പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള നിരീശ്വരവാദികളായ ആളുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവരുടേതായ ജൽപ്പനങ്ങൾ കേൾക്കുമ്പോൾ തോന്നുന്നത് ഇങ്ങനെയാണ്: ദൈവത്തിന് കോപിക്കാനൊന്നും അവരുടെയൊക്കെ അടിമയായിട്ടുള്ള, അവർ പറയുന്നത് പോലെ കേൾക്കുന്ന, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് ദൈവത്തിൻ്റേത് എന്നാണ്, അത്തരത്തിലുള്ളൊരു ധാരണയാണ് അവർ പൊതുസമൂഹത്തിന് മുൻപിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ദൈവമാണെങ്കിൽ അവിടത്തേക്ക് കോപിക്കാനുള്ള അധികാരം ഉണ്ട്. ദൈവം സർവശക്തനാണെങ്കിൽ, ദൈവം സ്നേഹമാണെങ്കിൽ അവിടുന്ന് കോപിക്കും. അപ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ദൈവം സ്നേഹവും കോപവും ഒരുമിച്ച് പോകുമോ, ക്രോധവും സ്നേഹവും ഒരുമിച്ച് പോകുമോ എന്നുള്ളൊരു ചോദ്യം വരും. അതിനുള്ള ഉത്തരം നമ്മളുടെ വീടുകളിൽ തന്നെയുണ്ട്. നമ്മളുടെ ഓരോരുത്തരുടെയും അമ്മമാർ, അപ്പച്ചന്മാർ നമ്മളോട് കോപിക്കാറുണ്ട്. ഒരേ പാപം തന്നെ ചെയ്താൽ നമ്മളോട്